പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ മാർച്ച് മാസം 21 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങളെ ഒന്ന് ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. അപ്പ രാത്രികാലം നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന കൃപകളെ ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, ആരംഭവും അവസാനവുമായവൻ, ഇന്ന് പകൽക്കാലം നമ്മളെ കൈ പിടിച്ച് നടത്തുന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കും ഉള്ളത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, 100-ാം സങ്കീർത്തനം, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവീൻ, യഹോവ തന്നെ ദൈവം എന്നറിവീൻ. കർത്താവ് നമ്മെ ഉണ്ടാക്കി, നാം കർത്താവിനുള്ളവരാകുന്നു, കർത്താവിൻ്റെ ജനവും കർത്താവ് മേയ്ക്കുന്ന ആടുകളും തന്നെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ കരുണയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വല്ലഭനാകുന്നു, അങ്ങ് വിശ്വസ്ത ദൈവമാകുന്നു. അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു. അവരെ വ്യക്തിപരമായി ഏൽപ്പിക്കുന്നു, അവരെ കുടുംബമായി ഏൽപ്പിക്കുന്നു. അവരേത് ദേശത്തു നിന്ന് കേൾക്കുന്നു ആ ദേശത്തെ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മഹിമ അവരിലൂടെ അവിടെ മൂവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അവർ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അവർ ആത്മാവിൽ നിറയട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കൾ ആത്മാവിൽ നിറഞ്ഞ് ഇപ്പോൾ കർത്താവിനെ സന്തോഷത്തോടെ ആരാധിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം വരട്ടെ, പൂർണ്ണ സൗഖ്യം വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ വിടുവിക്കണം. കർത്താവേ, സമാധാനമില്ലാതെ അലയുന്നവരുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദിവ്യ സമാധാനത്താൽ തൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലക്കാരെ ഓർക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ ഇന്ന് സഭായോഗം നടക്കുന്നു. കർത്താവ് എല്ലാ അഭിഷിക്തന്മാരെയും ദൈവജനത്തെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. സമാധാനം കൊടുക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കണ്ണിനകത്ത് ഇൻഫെക്ഷനായിട്ട് ദിവസങ്ങളായി ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈകാലുകൾക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. അസ്ഥികളിൽ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗികൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ സൗഖ്യമാക്കും. പരിപൂർണ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യും. കർത്താവേ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ സഭായോഗം രാവിലെ ഇന്ത്യൻ സമയം 8:15 ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്നത്തെ സഭായോഗത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ ഇടവരട്ടെ. അങ്ങയുടെ മഹത്വം വെളിപ്പെടുവാൻ ഇടവരട്ടെ. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഭായോഗത്തിന് വരുന്നവരും സഭായോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടെ വേണം
കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ. പ്രതീക്ഷിക്കുന്നവരെ കർത്താവ് അത്ഭുതകരമായി സന്ദർശിക്കും. അതുകൊണ്ട് നിങ്ങളെപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുമടക്കുമ്പോഴും പ്രതീക്ഷയോടുകൂടെ മുട്ടുമടക്കണം. അത് നിങ്ങളുടെ വീടിനകത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഒരു ചടങ്ങിനായിട്ട് മുട്ടുമടക്കരുത്. മറിച്ച് എൻ്റെ അടുക്കെ കർത്താവ് ഇറങ്ങി നിന്ന് എന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ് എന്നുള്ള ബോധ്യത്തിൽ നിങ്ങളുടെ മുട്ടുകളെ മടക്കി വേണം പ്രാർത്ഥിക്കാൻ. ഇപ്പം നമ്മൾ ആലയത്തിലേക്ക് ആരാധനയ്ക്കായിട്ട് പോകുമ്പോൾ നമുക്കൊരു വലിയ പ്രതീക്ഷയുണ്ടാകും. ഇന്നത്തെ ആലയത്തിലെ ആരാധനയുടെ നടുവിൽ ദൈവശക്തി വ്യാപരിക്കും, ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ ഇറങ്ങും, ആത്മാവിൽ ഞാൻ നിറയും, എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചില അനുഭവങ്ങൾ ഇന്ന് കർത്താവ് എനിക്ക് തരും എന്ന വിശ്വാസത്തോടു കൂടെ വേണം സഭായോഗത്തിന് പോകാൻ. അപ്പോഴാണ് അത് അനുഗ്രഹമാകുന്നത്. എപ്പോഴും ഇന്നെന്നുള്ള ദിവസമല്ല, എന്ന് പോയാലും എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒന്നിച്ചു കൂടി വരുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കും, അവിടെ ദൈവിക ഇടപെടലുണ്ടാകും. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ നമ്മൾ ബാഹ്യമായ ഒന്നും കണ്ടില്ലെങ്കിലും അകത്ത് നമ്മൾ അറിയാത്ത ചലനങ്ങൾ ഉണ്ടാക്കും. അത് നമ്മുടെ ജീവിതത്തെ തന്നെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്തുവാനിട വരും. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവസന്നിധി വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെ വേണം. ഇന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, ആമേൻ ആമേൻ ആമേൻ. 2 പ്രാവശ്യം ആമേൻ പറയുമ്പോൾ അത് ഇറ്റേണൽ ട്രൂത്ത് എന്നാണ്, ടൈംലെസ് ട്രൂത്ത്, അല്ലെങ്കിൽ ശാശ്വതമായ സത്യം ഞാൻ പറയുന്നു. നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അതായത് വിശ്വാസത്തിൽ എന്നെ അനുഗമിക്കുന്നവൻ എന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന അതേ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അപ്പം ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഓരോ ദൈവമക്കളും അത്ഭുതങ്ങൾ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അത്ഭുതങ്ങളെ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. എങ്ങനത്തെ അത്ഭുതങ്ങൾ? ആമേൻ. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, ആമേൻ, അതേ വലിയ അത്ഭുതങ്ങൾ, അതായത് യേശു ചെയ്ത അത്ഭുതങ്ങൾ. യേശു ചെയ്ത അത്ഭുതങ്ങൾ മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു. ആമേൻ. മറ്റുള്ളവർക്ക് ആശ്ചര്യവും ഭയവും തോന്നുന്ന വിധത്തിലുള്ള അത്ഭുതങ്ങളാണ് യേശു ചെയ്തത്. അപ്പോൾ യേശു പറയുക, എന്നെ വിശ്വസിച്ച് എന്നെ അനുഗമിക്കുന്നവർ എന്നിലുള്ള വിശ്വാസത്തിലൂടെ ഇതേ അല്ലെങ്കിൽ ഇതിലും ഇതേ പ്രവൃത്തികൾ, വലിയ അത്ഭുതങ്ങൾ ചെയ്യും. നമുക്കറിയാം, ഈ യേശു സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാമല്ലോ. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം വന്നപ്പോൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിച്ചപ്പോൾ ആമേൻ, അവിടെ ജന്മനാ മുടന്തനായിരുന്നവൻ ചാടി എഴുന്നേൽക്കുന്നു. അത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെടുന്നു. അപ്പോൾ പത്രോസിനോട് വന്ന് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ ഇത് സംഭവിച്ചു? ഉടനെ ചോദിച്ചു. പത്രോസ് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ആശ്ചര്യപ്പെടുന്നത്? ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ ശക്തിയോ ഭക്തിയോ കൊണ്ടല്ല, ഞങ്ങൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്താലാണ് ആമേൻ ഈ മുടന്തനായവൻ എഴുന്നേൽക്കുവാൻ കാരണമായത്. അപ്പോൾ യേശു പറഞ്ഞ വാഗ്ദത്തം നിവൃത്തിയാകുകയാണ്. 14:12 യോഹന്നാൻ 14:12 പറഞ്ഞു, വലിയ പ്രവൃത്തികൾ ചെയ്യും. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 2-ാമത്തെ ഭാഗത്ത് പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയത് നിങ്ങൾ ചെയ്യും. അപ്പം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളും ക്രിസ്തു ശിഷ്യന്മാരും വിശ്വസിക്കണം, കർത്താവ് നിങ്ങളെ മിറക്കിൾസ് ചെയ്യുവാൻ ഭൂമിയിൽ അപ്പോയിൻ്റ് ചെയ്തിരിക്കുക. യേശു ചെയ്തതിലും വലിയ മിറക്കിൾസ് ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുക. അതിനുവേണ്ടി ഇനി പ്രത്യേകിച്ച് ആരും നിങ്ങളോട് വന്ന് പ്രത്യേക പ്രാവചനിക ദൂതുകളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്ന് യോഹന്നാൻ 14:12 വിശ്വസിക്കുക, സ്റ്റാർട്ട് യുവർ മിറക്കിൾ മിനിസ്ട്രി. ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനകത്ത് മിറക്കിൾ ആരംഭിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ മിറക്കിൾ ആരംഭിക്കുക. ഏതൊരു സാഹചര്യം വന്നാലും അതിൻ്റെ മേൽ ദൈവിക അത്ഭുതത്തെ ചെയ്യുവാൻ തയ്യാറാകും. യേശുവിൻ്റെ മുമ്പിൽ എപ്പോൾ സാഹചര്യങ്ങൾ വന്നപ്പോഴും യേശുവോട് അത്ഭുതങ്ങൾ ചെയ്തു. ആമേൻ. അത് ചെറിയ കാര്യം, പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി ഉൾപ്പെടെ യേശു മാറ്റി. എന്നാൽ നയനിലെ വിധവയുടെ മകനെ എഴുന്നേൽപ്പിച്ചു, ലാസറിനെ ഉയർപ്പിച്ചു. അർത്ഥം പറഞ്ഞാൽ ചെറിയ കാര്യമായിട്ടും വലിയ കാര്യങ്ങളും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവപൈതലെ, നമ്മുടെ വിളിയും ഇത് തന്നെയാണ്. ചെറിയതായാലും വലിയതായാലും അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കണം. എൻ്റെ മുമ്പിൽ വരുന്ന ഏത് കാര്യത്തിലും ഞാൻ ദൈവിക അത്ഭുതത്തെ കാണും എന്ന തീരുമാനമെടുക്കണം. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നിങ്ങളോട് ഈ പ്രഭാതി സംസാരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളെ ഈ പ്രഭാതി ശക്തീകരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിങ്ങളുടെ ഉള്ളിൽ പ്രകാശം വരണം. ആ പ്രകാശം നിങ്ങളുടെ മുഖത്ത് ശോഭിക്കുവാൻ തുടങ്ങും. അത് നിങ്ങളെ ധൈര്യമാക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുക, ഒരു മിറക്കിൾ മിനിസ്ട്രി
മാർച്ച് മാസം 21 ഓപ്പൺ ആക്കുക. ആമേൻ. എന്ന് പറഞ്ഞാൽ www.com മിനിസ്ട്രി അല്ല ഉദ്ദേശിച്ചത്. സ്റ്റാർട്ട് യുവർ മിറക്കിൾസ്. ആമേൻ. സ്റ്റാർട്ട് ഡൂയിങ് മിറക്കിൾസ്. ആമേൻ. ഇന്ന് മുതൽ ആരംഭിക്കണം. ആമേൻ. എല്ലായിടത്തും നിങ്ങൾ ഈ നാമം ഉപയോഗിക്കുമ്പോൾ, വിശ്വാസത്തോട് ഉപയോഗിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ധാരാളമായി ചൊരിയട്ടെ, ശക്തീകരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.